കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും എന്താ ബീഫ് സ്റ്റോറിയാ? ഒരു ക്രൂരതാണ്ട് ചിരിക്കലേ. പിന്നെ പൊറാട്ടില്ലാതെ ബീഫ് കുത്തിക്കേറ്റുന്ന പിന്നെ ക്രൂരതല്ലേ. ഈ പടം കളിക്കുന്ന തിയേറ്ററിന് മുമ്പിൽ ഒരു ബീഫ് ഫ്രൈ കട തുടങ്ങിയാലോന്ന് ആലോചിച്ചാൽ ഞാൻ ആളില്ലാതെ ഷോ നടക്കണ്ടേ. അത് തന്നെ. എന്നാ പടം കാണാൻ കയറിയ മിത്രങ്ങൾ തന്നെ ചട്ടി പിടിച്ചാൽ അതൊന്നും ഇപ്പൊ ഒരു ശരിയായ നടപടിയല്ല. ഓരോരുത്തർക്കും ഓരോ വികാരങ്ങളല്ലേ. അതെന്ത് വർത്താനാണ് സുനിൽ? സുനിലല്ലോ, ഇത് മനാഫാണല്ലോ. അതിപ്പോഴേ മനാഫിന്റെ പാർട്ടിക്കും ശാഖയിലെ കലട്ടിച്ചറിന്റെ പാർട്ടിക്കും ഒരേ ചായ. അതിപ്പോ ആ ചായല്ല ചന്ദ്രേട്ടാ. നിങ്ങളെ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട. ഞങ്ങളെ പ്രശ്നം മതം തന്നെയാണ്. അത് പറയാൻ ഞങ്ങൾക്കും ഞങ്ങളെ നേതാക്കന്മാർക്കും ഒരു മടി. മതം പറഞ്ഞു നുണ പറഞ്ഞു ഒരു കൂട്ടർ കേന്ദ്രത്തിൽ അധികാരത്തിൽ കയറിയ പോലെ ഇവിടെ കയറാനായിരിക്കും പ്ലാൻ. എന്ത് കാര്യം? ആ കനകോലി എഴുതി കൊടുത്ത കുറെ മുട്ട നുണകളുമായിട്ടേ ഇപ്പൊ ഒരു നുണകോലി ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഭാവം കിട്ടൂട്ട. മണിക്കൂറുകൾ കഴിയണതിന്റെ ഇപ്പൊ മലയാളികൾ അത് പൊളിക്കല്ലേ. കണ്ണിന്റെ മുമ്പിൽ വികസനം കാണുമ്പോ പിന്നെന്ത് നുണ. വികസനമൊക്കെ ശരിയാണ്. പക്ഷെ ഇനി ഒരു 5 കൊല്ലം കൂടി നിങ്ങൾ ഭരിച്ച അതിന്റെ കേട് നിങ്ങളെ പറഞ്ഞു. ഓ, പാർശ്ശേരി തിയറി. ഏടാ, ഒരു തുടർഭരണം ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അതിനൊരു തുടർച്ച ഉണ്ടാവണമെങ്കിൽ ഇനിയും നമ്മുടെ പാർട്ടി തന്നെ ഭരിക്കണം. അല്ല ചന്ദ്രേട്ടാ? പിന്നല്ലാതെ. എന്നാലേ ഞാൻ അങ്ങോട്ട് ഇറങ്ങി. നമ്മുടെ വനിതാ ലീഗിന്റെ ഒരു മാർച്ച് വരുന്നുണ്ട്. അതിലെവിടെ വനിത? ഒക്കെ നമ്മൾ തന്നെ. ഇവരിങ്ങനെയൊക്കെ തന്നെ തുടരും. അതെ, ഈ നാട്ടിൽ ഇടത് തുടരും.